പറയുകയാണേ, ചേഞ്ച് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആണേ. നൗ വി ഷോൾ സി ഹൗ ചേഞ്ച് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ അഫക്റ്റ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പോൾ മൊത്തത്തിലുള്ള ഡിമാൻഡിനെ എങ്ങനെയാണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ചേഞ്ച് നമ്മൾ നോക്കുന്നത്. ആൻഡ് ഇൻക്രീസ് ഇൻ ഗവൺമെൻറ് പർച്ചേസ് കീപ്പിംഗ് ടാക്സസ് കോൺസ്റ്റൻറ്റ്. നമുക്കറിയാം, ആൻഡ് ഇൻക്രീസ് ഇൻ ഗവൺമെൻറ് പർച്ചേസസ്, ഗവൺമെൻറ് പർച്ചേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അത് കീപ്പിംഗ് ടാക്സസ് കോൺസ്റ്റൻറ്റാണ്. ടാക്സുകൾ അത് കോൺസ്റ്റൻ്റാക്കി നിർത്തിക്കൊണ്ടായിരിക്കും. ഇൻക്രീസ് അഗ്രഗേറ്റ് ഡിമാൻഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടാക്സുകൾ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെ അഗ്രഗേറ്റ് ഡിമാൻഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ആസ് എ റിസൾട്ട് ലൈൻ അഗ്രഗേറ്റ് ഡിമാൻഡ് വിൽ ഷിഫ്റ്റ് അപ്വേഡ്. കാരണം അഗ്രഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? അപ്വേഡിലേക്ക് മൂവ് ചെയ്യും. കാരണം ഇവിടെ എ എസ് എന്ന് പറയുന്നതും ഈക്വൽ ടു എ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാഫ് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ അഗ്രഗേറ്റ് ഡിമാൻഡ് അപ്വേഡ് മൂവ് ചെയ്യും ഫ്രം AD1 to AD2. ഇവിടെ ഗ്രാഫിക് കണ്ടോ? AD1 നിന്ന് AD2 അത് അപ്വേഡ് മൂവ് ചെയ്യുന്നതായിട്ട് ആ ഗ്രാഫിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നൗ ദ ന്യൂ ഇക്വേഷൻ ലെവൽ ഷിഫ്റ്റ് ഫ്രം E1 to E2. പുതിയൊരു എന്ത് ചെയ്യും? നമുക്കിവിടെ ഇക്വിലിബ്രിയം ലെവൽ ഷിഫ്റ്റ് ഉണ്ടാവും. E1 നിന്ന് E2 ഇക്വിലിബ്രിയം ഷിഫ്റ്റും വരും. സോ ആസ് എ റിസൾട്ട് ദ മൾട്ടിപ്ലയർ എഫക്റ്റ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഇൻക്രീസസ് ഫ്രം Y*1 to Y*2 ആണ്. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ റിസൾട്ട് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലയർ എഫക്റ്റ് വരുന്നത് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. Y1* to Y2* എന്ന് പറഞ്ഞിട്ട് ആ ഗ്രാഫിൽ തന്നിട്ടുണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഷോ ദ ഡയഗ്രാം 11.2 കണ്ടോ? അവിടെ നിന്ന് ആ ഗ്രാഫിൽ 11.2 ആ ഡെൽറ്റ വൈ ചേഞ്ച് കാണിച്ചേക്കുന്നുണ്ടോ? ഡെൽറ്റ ജി എന്ന് പറയുന്ന ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ചേഞ്ച് ആയ ആ ഒരു വിഡ്ത്താണ് ആ കാണിച്ചേക്കുന്നത്. E1 നിന്ന് E2 മാറുന്നതൊക്കെ നമുക്ക് കാണാം. അഗ്രഗേറ്റ് സപ്ലൈ ഈക്വൽ ടു അഗ്രഗേറ്റ് ഡിമാൻഡ് ഇക്വിലിബ്രിയം ആവുന്ന പോയിന്റ് കണ്ടോ? അതൊക്കെ നമുക്ക് ആ ഗ്രാഫിൽ അവർ കറക്റ്റ് തന്നിട്ടുമുണ്ട്. ഓക്കെ, അതായിട്ട് അവർക്ക് പറയുന്നത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഓർ ഓട്ടോണമസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം. അതായത് ഡെൽറ്റ വൈ, ഇൻകം എന്ന് പറയുന്നത് വൈ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ടു ചേഞ്ച് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഡെൽറ്റ ജി ആണ്. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓട്ടോണമസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം. അതായത് ഇൻകം ചേഞ്ച് ആവുന്നു ടു ചേഞ്ച് ഇൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. അപ്പം ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വഴി ഗവൺമെൻറ്റിൻ്റെ ഇൻകം എന്താവുന്നു? ചേഞ്ച് ആവുന്നു. ഇതാണ് നമുക്ക് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. നമ്മുടെ ഇൻകം, അപ്പോൾ ഇൻകം കൊടുത്ത് എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മുടെ എക്സ്പെൻഡിച്ചറിൽ എന്ത് ചെയ്യുന്നു? ഇൻകത്തിലും എക്സ്പെൻഡിച്ചറിലും ചേഞ്ച് ഉണ്ടാവുന്നതാണ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഇക്വേഷൻ കണ്ടോ? ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകോ ഡിവൈഡ് ബൈ ഡെൽറ്റ ജി എന്ന് പറയുന്നത് ഗവൺമെൻറ് ആണല്ലോ. ഈക്വൽ ടു 1 - 1 C ആയിരിക്കും. ഓക്കെ, പ്രോബ്ലം നോക്കി. കാൽക്കുലേറ്റ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഇഫ് MBC ഈക്വൽ ടു 0.8 ആണ്. ഇക്വേഷൻ കണ്ടോ? ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ ജി ഈക്വൽ ടു 1 - 1/C ഈക്വൽ ടു ഈ 0.1 എന്ന് പറഞ്ഞാൽ 1 രൂപ വെച്ചാൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ 1 ഡിവൈഡ് ബൈ C ആണല്ലോ കൺസംഷൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ 0.8 ആണ്. 1 ഡിവൈഡ് ബൈ 0.2 അത് 8 പൈസയാണ്, 80 പൈസയാണ്. അപ്പോൾ ഒരു പൈസ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് എന്തെങ്കിലും 0.2 കുറയ്ക്കുമ്പോൾ 2 പൈസ അവിടെ കിട്ടും, 8 പൈസ കുറയ്ക്കുമ്പോൾ. ഓക്കെ, അങ്ങനെയാണത്. 1 ഡിവൈഡ് ബൈ 0.2 എന്ന് പറയുന്നതാണ് 5 എന്ന് പറയുന്നത്. സോ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ ഈസ് 5. ഇറ്റ് മീൻസ് ദാറ്റ് when the government increases its expenditure by 1 rupee, income increases by 5. ഗവൺമെൻറ് 1 രൂപ ചിലവാക്കിയപ്പോൾ ഇൻകം എത്രയായി? 5 രൂപ കിട്ടി. മനസ്സിലായി? അപ്പോൾ ഗവൺമെൻറ് നമുക്ക് വേണ്ടി 100 രൂപ ചിലവാക്കുമ്പോൾ ഗവൺമെൻറ് 5 രൂപ ഇൻകം കിട്ടി എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നാണ് പറയുന്നത്. അടുത്ത പ്രോബ്ലം ഇത് തന്നെ പറയുന്നത്. വെൻ ദ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ്ഡ് ഫ്രം 100 to 200. ഗവൺമെൻറ് 100 രൂപയിൽ നിന്ന് 200 രൂപയായിട്ട് ചിലവ് വർദ്ധിപ്പിക്കുന്നു. നാഷണൽ ഇൻകം, ദേശീയ വരുമാനം അവിടെ ഇൻക്രീസ്ഡ് ഫ്രം 1,500 to 1,900 ആയി. 1,500 കോടി വന്നുകൊണ്ടിരിക്കുന്നത് 1,500 രൂപയുള്ളത് 1,900 ആയി. ഫൈൻ ദ മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇക്വേഷൻ മൾട്ടിപ്ലയർ ഇക്വേഷൻ നമുക്കറിയാം ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ ജി അല്ലേ. അപ്പോൾ നമുക്കറിയാം ചേഞ്ച് വന്നത് എത്ര? 400 അല്ലേ. വൈ എന്ന് പറയുന്നത് ഇൻകം അല്ലേ. 1,500 1,900 ആയി. അപ്പോൾ 400 ചേഞ്ച്. അവിടെ ജി എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ അല്ലേ. 100 രൂപയുടെ ചേഞ്ച് അല്ലേ. 100 രൂപ എന്നുള്ളത് 200 രൂപയല്ലേ. അപ്പോൾ 400 ഡിവൈഡ് ബൈ 100 4 രൂപയാണ്. ക്ലിയർ ആയോ? അടുത്ത പ്രോബ്ലം നോക്കി. ഞാൻ എക്കോണമി വിത്ത് MBC 0.75 ആണ്, 75 ആണ്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 100 ആയി. വാട്ട് വിൽ ബി ദ ഇൻക്രീസ് ഇൻ അഗ്രഗേറ്റ് ഇൻകം ആണ്. ഇക്വേഷൻ കണ്ടോ? ഡെൽറ്റ വൈ ഇൻകം കണ്ടുപിടിക്കാനായിട്ട് ഡെൽറ്റ വൈ പറഞ്ഞേക്കുന്നത്. ഡെൽറ്റ വൈ ഡെൽറ്റ ജി ഈക്വൽ ടു ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആണല്ലോ, ഡിവൈഡ് ബൈ 1 - MBC ആണ്. അപ്പോൾ ജി എന്ന് പറയുന്നത് നമുക്ക് 100 ആണെന്ന് പറയുന്നുണ്ട്. കണ്ടോ? ഇൻക്രീസ്ഡ് ബൈ 100 അല്ലേ. ഡിവൈഡ് ബൈ 1 - MBC 0.75 ആണ്. അപ്പം മാർജിനൽ പ്രൊപ്പൻസിറ്റി കർവ് എന്ന് നമ്മളൊരു സംഭവം ഉണ്ട്, അവിടെ MBC പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ 0.75 ആണ്. അപ്പോൾ 1 - 0.75 എന്ന് പറഞ്ഞാൽ 1 രൂപയിൽ നിന്ന് 75 പൈസ കുറയ്ക്കാൻ. അപ്പോൾ 25 പൈസ കിട്ടും.
അപ്പോൾ 100 ഡിവൈഡ് ബൈ 0.25 എന്ന് പറയുമ്പം ഡിവൈഡ് നോക്കുക 400 കിട്ടും. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അടുത്ത ചേഞ്ച് ഇൻ ടാക്സസാണ്, നമുക്കത് അടുത്ത ദിവസം പറയാം. അപ്പോൾ നിങ്ങൾ നോക്കി ഇപ്പോൾ പറഞ്ഞ അത്രയും.